വ്രതാനുഷ്ഠാനത്തിന്റെ അകപ്പൊരുൾ അറിയാം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് ജാലകം തുറക്കാം. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലാണ്. ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞു പോയി. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഇസ്ലാമിക കുടുംബം എന്ന വിഷയത്തിലാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ടെലിഗിസ് നാളത്തെ വിഷയം മരണാനന്തരം എന്നുള്ളതാണ്. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിക കുടുംബം എന്ന വിഷയത്തിലുണ്ട്. ഞാൻ സുഹൈൽ പറവന്നൂർ, എൻ്റെ കൂടെയുള്ളത് അജ്വദ് ചെറുവാടി. അജ്വദ്, ഇസ്ലാമിക കുടുംബം എന്ന വിഷയത്തെക്കുറിച്ചിട്ട് അജ്വദിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? നമുക്കൊക്കെ ഒരു കുടുംബമുണ്ട്. ആ ഒരു കുടുംബം ഇസ്ലാമിൻ്റെ അന്തരീക്ഷത്തിൽ ആ ഒരു മാധുര്യത്തിൽ ജീവിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക കുടുംബത്തിന്, അല്ലെങ്കിൽ ഇസ്ലാം കുടുംബത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെലിഗിസിലൂടെ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 90 20 840 840. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ടെലിഗിസിലേക്ക് വിളിച്ചു തുടങ്ങാം. ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല ആളുകളും പല സമയത്തും നമ്മുടെ ടെലിഗിസിൽ പറയുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെയാണ്. കാരണം ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതെ, പല സമയത്തും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതിൽ ഖേദം അറിയിക്കുന്നുണ്ട്. ഇസ്ലാമിക കുടുംബം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുസ്ലിങ്ങൾക്ക് മാതൃക. അതെ. അപ്പോൾ ഒരുപാട് മാതൃക പ്രവാചകന്റെ കുടുംബജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ഭാര്യമാരോടുള്ള ഇടപെടൽ, അതേപോലെ മക്കളോടുള്ള കടമകൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എണ്ണി പറയാൻ കഴിയുന്നതിലപ്പുറമാണ്. നമുക്കത് കേൾക്കാനും കാണാനും ആസ്വദിക്കാനൊന്നും നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല, പ്രവാചകന്റെ കുടുംബം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ പൂർവികരായ സ്വഹാബത്തിനൊക്കെ അൽഹംദുലില്ലാഹ് ആ ഭാഗ്യം ലഭിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക കുടുംബത്തിന് വലിയ പ്രാധാന്യം കുടുംബത്തിനുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലി ഒന്നാമത്തെ കോളർ റെഡി ആയിട്ടുണ്ട്. ഒന്നാമത്തെ കോളറിലേക്ക് പോകും. അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് അബ്ദുൽ ഗഫൂർ. എവിടെ മോനെ സ്ഥലം? വൈലത്തൂര്. വിളത്തൂര്. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് മോന് പഠിക്കണേ? 9ാം ക്ലാസ്സിലാണ്. കൂടെ ആരൊക്കെ ഉണ്ട് ടെലിഗിസിൽ പങ്കെടുക്കാൻ? അനിയൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 7. ഓക്കെ. അപ്പൊ നിങ്ങളൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഫാമിലി ടെലിഗിസിന് പങ്കെടുക്കണത്, അല്ലേ? മുമ്പ് ടെലിഗിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വല്യമ്മയുണ്ട്. മാഷാ അല്ലാ. ഓക്കെ. മുമ്പ് ടെലിഗിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? കിട്ടീനോ? സമ്മാനം ലഭിച്ചോ? കഴിഞ്ഞ വർഷം. ഓക്കെ. മോനോട് എന്തായാലും ആദ്യത്തെ ചോദ്യം ചോദിക്കാണ് ഞങ്ങള്. ഓക്കെ. ഉത്തരം പറയാൻ റെഡിയാണോ? എന്നാ ചോദ്യം ഇൻഷാ അല്ലാ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, കുടുംബം. നമ്മൾ അന്നത്തെ വിഷയം എന്താ, ഇസ്ലാമിക കുടുംബം എന്നാണല്ലോ. അപ്പോ കുടുംബം എന്ന മലയാള വാക്കിന്റെ അറബി എന്താണ്? നമ്മളെ ടൈമർ ആരംഭിക്കാണ്. മാഷാ അല്ലാ. മോന് പറഞ്ഞ ഉത്തരം ആരും ഉത്തരം പറഞ്ഞെന്ന് മോൻക്ക്? ഉമ്മ അല്ലേ? മാഷാ അല്ലാ. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് മോൻ എന്ത് ചെയ്തു? കൃത്യമായ ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? മുഹമ്മദ്. ഓ മാഷാ അല്ലാ. ഓക്കെ. അപ്പോൾ മുഹമ്മദ്, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അറിയുക, സ്ത്രീകളെ സംബന്ധിച്ച് നന്മ നിങ്ങൾ വസിയത്ത് ചെയ്യണം. അവർ നിങ്ങളുടെ അടുക്കൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്, അഥവാ
സൂക്ഷിപ്പ് സ്വത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം എപ്പോഴാണ് പറഞ്ഞതെന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആണോ? മുഹമ്മദ് ഹലോ, പെരുന്നാൾ നമസ്കാരത്തിന് പെരുന്നാൾ നമസ്കാരത്തിന്റെ ആ ഖുതുബയിലാണോ? ഒന്നും കൂടി പറയേ. പെരുന്നാൾ നമസ്കാരത്തിന്റെ ഖുതുബയില് ഉറപ്പിക്കാമോ? നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നല്ല ആലോചിച്ച് ഉത്തരം പറഞ്ഞത് ഉമ്മല്ലേ, ഉമ്മാന്റെ അടുത്ത് കൊടുക്കാൻ പറയും. ഉമ്മാന്റെ അടുത്ത് കൊടുക്ക്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം എപ്പോഴാണ് പറഞ്ഞതെന്നാണ് ചോദ്യം. ഖുതുബ കഴിഞ്ഞ് പിന്നെ സ്ത്രീകളുടെ അടുത്ത് വന്നിട്ടാണോ സംശയം? ആണോ എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴാണെന്നുള്ളതാണ് ഞങ്ങൾ ചോദ്യം. ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ ടൈമർ ഇപ്പോൾ ഓടും കേട്ടോ. ആണെന്നാണ് പറയാം. ആണെന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ഉറപ്പിക്ക, മാറ്റമൊന്നുമില്ല. മാറ്റാൻ സമയമുണ്ട്. 13-12 സെക്കൻഡ് ബാക്കിയുണ്ട്. ഓക്കെ, നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരം വിടവാങ്ങൽ പ്രസംഗത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് അത് പറഞ്ഞത്. നബിയുടെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ വെച്ചാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് എന്ത് ചെയ്തു, ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ പ്രസംഗമായിരുന്നു അത്. അതിലാണ് അല്ലവും അക്കുമലത്തിലൊക്കെ എന്നുള്ള കായത്തിറങ്ങിയ ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയണത്. ഓക്കെ മുഹമ്മദ്, നിങ്ങളെ അനിയനൊന്ന് ഫോൺ കൊടുക്കോ? അനിയനും കൂടി ടെലിവിഷനിൽ പങ്കെടുത്തതിൽ. വലൈക്കും അസ്സലാം. എന്താണ് മോന്റെ പേര്? ആദിൻ. ഓക്കെ, 7ാം ക്ലാസ്സിലാണല്ലോ പഠിക്കണത്. അപ്പോൾ ഇന്ന് നമുക്ക് സമ്മാനം നഷ്ടപ്പെട്ടു അല്ലേ? സാരല്ല, മോൻ എന്ത് ചെയ്യുക, ഇനിയും വിളിച്ചോണ്ട് ഇരിക്കട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം, റമദാൻ ഫാമിലി ലൈവ് ടെലിവിഷനിൽ ഒരു സമ്മാനം വാങ്ങണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ എന്നാൽ നാളത്തെ വിഷയം അറിയില്ലേ, മരണാനന്തരം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാളെ വിളിക്കുക, എല്ലാ ദിവസവും വിളിക്കുക. എല്ലാ ദിവസവും ഓരോ വിഷയത്തിലുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ, പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വിളിച്ചത് മുഹമ്മദ് അബ്ദുൽ ഗഫൂറാണ് വിളത്തൂരിൽ നിന്ന്. അവരൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടെലിവിഷനിൽ പങ്കെടുത്തത്. ഉമ്മയും അനിയനും വല്യുമ്മയും ഒക്കെ ഉള്ള ഒരു ഫാമിലി ആയിട്ടാണ് അവന്. ഫാമിലിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് ചെയ്തു, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അടുത്ത ഫാമിലി റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഫാമിലിയിലേക്ക് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫൈഹ ഷിഹാദ്. ഫൈഹ എവിടുന്നാ വിളിക്കുന്നത്? ഹലോ ഫൈഹ, കേൾക്കുന്നില്ലേ? ഫൈഹ എവിടുന്നാ വിളിക്കുന്നത്? മോളെ സ്ഥലം എവിടെയാണ്? ബേപ്പൂരാണല്ലേ? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് ഫൈഹ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ. മാഷാ അല്ലാഹ്. ഫൈഹയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഫൈഹ? വീട്ടിൽ ആരൊക്കെയുണ്ട് കൂടെ ടെലിവിഷന് പങ്കെടുക്കാന്? ഉപ്പ മാത്രമേ ഉള്ളൂ? ഫൈഹ ഉപ്പി മാത്രമേ ഉള്ളൂ? ഉമ്മയുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ വിഷയം അറിയില്ല. ഇന്നത്തെ വിഷയം ഇസ്ലാമിക കുടുംബം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? റെഡിയാണോ? ചോദ്യം ഉപ്പാനോടും ഉമ്മാനോടൊക്കെ സഹായം തേടട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഉത്തരം പറയാ, ഫൈഹക്കും ഉത്തരം പറയാ.
ഓക്കെ, ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറയട്ടെ, റെഡി അല്ലേ? ഫൈഹക്ക് എന്താ ഒരു ഉഷാറില്ലാത്തത്? നോമ്പുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. എന്നാലും നോമ്പ് നോറ്റ ക്ഷീണം നോമ്പ് നോറ്റൊരു ക്ഷീണുണ്ട്, അതേ ചോദിച്ചത്. അതെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഉപ്പ കേൾക്കുന്നില്ലേ ചോദ്യം? ആ, ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക. ഈ ഖുർആൻ വചനം ആരോടുള്ള ഉപദേശമാണ്? ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാ. നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക. ഇത് ഖുർആൻ്റെ ഒരു വചനാണ്. ഇത് ആരോടുള്ള ഉപദേശമാണ് ഖുർആൻ നൽകുന്നത് എന്നാണ് ചോദ്യം. ഉമ്മയോട് ഉപ്പയോടൊക്കെ ചോദ്യം ചോദിച്ചു നോക്കുക. അതായത് മാതാപിതാക്കളോട് എന്നുള്ള ഉത്തരം പൂർണ്ണമല്ല. ഒന്നും കൂടി വിശദീകരിച്ചുതരാം. അതായത് എന്താ പറയുക, ഭാര്യമാരോടാണ് ഈ ഒരു ആയത്തിറങ്ങണത്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഈ ഒരു ആയത്തിറങ്ങണത്. അവരോടാണ് പറഞ്ഞത് എന്ത്? നിങ്ങളൊരു വിഭാഗം ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്. അത് ആ സ്ത്രീകളോട് ആരോട് നല്ല രീതിയിൽ പെരുമാറാനാണ് അള്ളാഹു തആല കൽപ്പിച്ചത്. ഉപ്പ കേൾക്കണില്ലേ ചോദ്യം? ഫൈഹ, ഉപ്പാക്ക് കൊടുക്കോ ഫോണ്? ഉപ്പ അടുത്തുണ്ടോ? എന്നാ ഉപ്പാക്ക് കൊടുക്കോ ഫോണ്? കൊടുത്തണോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം കേട്ടിട്ടുണ്ടോ? ഒന്നും കൂടി പറയണോ? ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക. ഇത് ഈ ഖുർആൻ്റെ ഈ വചനം ആരോടുള്ള ഉപദേശമാണെന്നാണ് ചോദ്യം. ഭാര്യമാരോട് ആരോടാണ് നല്ല രീതിയിൽ കൽപ്പിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പെരുമാറാൻ പറഞ്ഞത്? ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ ഉത്തരം ശരിയാണ്, ഭർത്താക്കന്മാരോട് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ എന്നാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? റെഡി അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മോളെ, നമുക്കറിയാം പ്രവാചകന്മാരിൽ എന്തുണ്ട്? ആൺകുട്ടികൾ മാത്രമുള്ള പ്രവാചകന്മാരുണ്ട്, പെൺകുട്ടികൾ മാത്രമുള്ള പ്രവാചകന്മാരുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള പ്രവാചകന്മാരുണ്ട്. എന്നാൽ എന്തുണ്ട്? മക്കളില്ലാത്ത പ്രവാചകന്മാരുണ്ട്. മക്കളില്ലാത്ത ഒരു പ്രവാചകന്റെ പേര് പറയാൻ പറ്റുമോ? മക്കളില്ലാതെ ഒരു പരീക്ഷിക്കപ്പെട്ട പ്രവാചകരുണ്ട്. ഹലോ ഫൈഹ, കേൾക്കുന്നുണ്ടോ? ചോദ്യം എങ്ങനെയാണ്: മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട രണ്ട് പ്രവാചകന്മാരുണ്ട്. അതിലേതെങ്കിലും ഒരു പ്രവാചകൻ്റെ പേര് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ചോദ്യം അതാണ്. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരാളെ പേര്. രണ്ട് പ്രവാചകന്മാരുണ്ട്. കേൾക്കുന്നില്ല? അയ്യൂബ് നബി എന്ന ഉത്തരം ഉറപ്പിക്കാൻ പറ്റുമോ? ഹലോ, അയ്യൂബ് നബി എന്നുള്ള ഉത്തരം തെറ്റാണ് കേട്ടോ. ഹലോ ഫൈഹ, രണ്ടാമത്തെ ഉത്തരം തെറ്റാണ്. ഇൻഷാ അല്ലാഹ് ശരിയായ ഉത്തരം സക്കരിയ അലൈഹിസ്സലാം എന്നുള്ളതാണ്. അദ്ദേഹത്തിനാണ് സക്കരിയ നബിയും ഇബ്രാഹിം നബി, ഇവർ രണ്ടുപേരാണ് മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാർ. ഓക്കെ. അപ്പോൾ ഫൈഹ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റിപ്പോയിട്ടുണ്ട്. സാരമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ വിളിക്കുക. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് രണ്ടാമത്തെ കോളർക്കും രണ്ടാമത്തെ ചോദ്യത്തിലാണ് എന്തെയ്യുന്നത് തെറ്റിപ്പോയത്. അടുത്തൊരു കോളർ ഇൻഷാ അല്ലാഹ് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൽ, മൂന്നാമത്തെ ഫാമിലി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വിന്നർ ആവും എന്ന് തോന്നുന്നു. നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. നമ്മുടെ അടുത്ത ഫാമിലി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ അടുത്ത ഫാമിലിയിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹലോ,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ PS. ഫാത്തിമ. ഫാത്തിമ PS. ഓക്കെ, എവിടുന്നാ വിളിക്കണത്? എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ നിന്ന്. കൂടെ ആരൊക്കെ ഉണ്ട് ടെലിവിഷനിൽ പങ്കെടുക്കാൻ? ഉമ്മ, 2 അനിയത്തിമാര്, പിന്നെ ഉപ്പ. ഉമ്മയും അനിയത്തിമാരും. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാനിപ്പോ +1. +1. അനിയത്തിമാരോ? എന്നിട്ട് ഒരാൾ 9, ഒരാൾ 4. ഓക്കെ, ഇതും ഒരു ഫാമിലി ആയിട്ടുള്ള ടെലിവിഷനിലേക്കാണ് വിളിച്ചത്. ഫാമിലി ആയിട്ട് ഫാമിലി ടെലിവിഷനിലേക്ക് വിളിച്ചു. ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാൽ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം എന്താണ്? മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് ഓതി തരുന്ന വേളയിൽ ഒരായത്തിൽ പ്രവാചകൻ പറഞ്ഞു എന്ത്? നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക. ഈ ഖുർആന് ഭർത്താക്കന്മാരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് പറഞ്ഞത്. ഈ ആയത്തിറങ്ങിയത് ആർക്കാണ് ഉദ്ദേശിച്ചത്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണെന്ന്? ചോദ്യം ക്ലിയർ ആണോ? ഒന്നുകൂടി പറയും. ചിലപ്പോൾ ക്ലൂ പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ മക്കളോടായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളോടായിരിക്കാം, അല്ലെങ്കിൽ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ച് ഓക്കെ. പറയാം. നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക. ഇതാണ് ഖുർആന്റെ കൽപ്പന. ഇത് ആരോടാണ് പെരുമാറാൻ പറഞ്ഞത്? മാതാപിതാക്കളോടാണോ? ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക എന്നാണ്. നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭർത്താക്കന്മാരെയാണ്. ഓക്കെ, അവിടെ അവരോട് എന്നതുകൊണ്ട് ആരാണ് അവര് എന്നാണ് ചോദ്യം. ആര്? ഓക്കെ, ഭാര്യമാര്. ഉറപ്പാണോ? ഉറപ്പിക്കല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഉത്തരം ശരിയാണ്. ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അനസ് റളിയല്ലാഹു എത്ര വയസ്സുള്ളപ്പോൾ മുതലാണ് പ്രവാചകന്റെ സേവകനായി കൂടെ നടന്നത്? 10ാമത്തെ വയസ്സിൽ. മാഷാ അല്ലാ. ചോദ്യം കേൾക്കുമ്പോഴേക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് മുന്നേ തന്നെ ഉത്തരം. അതെ, മാഷാ അല്ലാ. അപ്പൊ എന്നാല് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അതേ ഉഷാറോട് കൂടി ചോദിക്കാം. ഓക്കെ. ഓക്കെ, അല്ലാഹു തആല പറഞ്ഞു എന്ത്? നിങ്ങൾ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്ന്. ഓക്കെ, അതിന്റെ അറബി പദം എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഇതിന്റെ അറബി പദം എന്താണ്? അച്ഛേ എന്ന വാക്കിന് അറബിയിൽ എന്താണ് പറയാന്നാണ്. മാതാപിതാക്കളോട് നമ്മൾ അവരുടെ വാർദ്ധക്യത്തില്. ഈ ചോദ്യം എന്റെ അഭിപ്രായം മോളുടെ അനിയത്തി പറഞ്ഞോട്ടെ എന്നുള്ളതാണ് ഉത്തരം. അതെ അതെ, അനിയത്തിക്ക് ഒന്ന് ഫോൺ കൊടുക്കോ? ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് മോളെ പേര്? നോമ്പ് നോറ്റ് ക്ഷീണിച്ച് തോന്നുന്നുണ്ട്. സലാമിന്റെ ഒരു ഉഷാറ് കുറവുണ്ട് അല്ലേ? മോളെ പേരെന്താണ്? ആയിഷ. ഓക്കെ, ആയിഷ മോളെ, ചോദ്യം നേരത്തെ ചോദിച്ചു, ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു എന്ത്? നിങ്ങൾ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്ന്. അത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, സൂറത്തുൽ ഇസ്രായിലുള്ള ഒരു ആയത്താണ്. അപ്പോൾ ഈ ചേ എന്ന വാക്കിന്റെ അറബി പദം എന്താണ്? ഉമ്മയോട് ഉപ്പയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. ഉഫിൻ. മാഷാ അല്ലാ. ആ ആയത്തറിയോ ആർക്കേലും? ഇത്താത്തക്കോ അനിയനോ അനിയത്തിക്കോ അറിയോ? അറിയില്ലെങ്കിൽ മാഷാ അല്ലാ. ഫലാ അല്ലല്ല അല്ല ഫലാ തഖുൽ ലഹുമാ ഉഫിൻ എന്നാണ് കേട്ടോ ആയത്തിന്റെ. ഓക്കെ, മാഷാ അല്ലാ. എന്തായാലും നമ്മൾ തന്നത്തെ ഫാത്തിമ മോളും ഫാമിലി എന്താണ് ഇന്നത്തെ വിന്നേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ കേട്ടില്ല.
അതെ. മാഷാ അല്ലാ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ, എന്നാല് ഓക്കെ, ഇൻഷാ അല്ലാ. നിങ്ങൾക്കും അതുപോലെ പീസ് റേഡിയോയിലെ മറ്റു ശ്രോതാക്കൾക്കും വേണ്ടി നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് എന്ന പീസ് റേഡിയോയുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. എല്ലാ നമ്മളെ ശ്രോതാക്കളും ശ്രദ്ധിക്കുക. റമദാനിനെ കുറിച്ച് നമുക്കുള്ള കഥ, കവിത, നമ്മുടെ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, പീസ് റേഡിയോക്ക് അയച്ചു കൊടുക്കുക. അതിന്റെ അവസാന തീയതി എന്താണ്? ഏപ്രിൽ 6-ാം തീയതി. 6-ാം തീയതി കഴിയാനായിക്കണ്. ഏകദേശം കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഫാത്തിമയുടെ ഫാമിലിനും ഇതേപോലെ നിങ്ങളുടെ ഒരു കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സംഭാവന അതിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിവുകൾ, അവരുടെ കഴിവൊക്കെ ലോകം അറിയട്ടെ. അതാണ് നമ്മുടെ ഇതിന്റെ ഒരു തീമായിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ ഫാത്തിമ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളെ പ്രതീക്ഷ പോലെ തന്നെ എന്ത് ചെയ്തു, മൂന്നാമത്തെ ഫാമിലി ഇതിൽ വിജയിച്ചിട്ടുണ്ട്. വിജയികളായിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഫാമിലി റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു അടുത്ത നമ്മുടെ ഫാമിലി റെഡി ആയിട്ടുണ്ട്. അടുത്ത ഫാമിലിയിലേക്ക് പോവാം. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫാമിലി റമദാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അബ്ദുള്ള ഹംദാൻ. എവിടുന്നാ മോൻ വിളിക്കണത്? കേട്ടില്ല, ഒന്നുകൂടി പറയോ ഹംദാൻ? പുളിക്കൽ നിന്നാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ഏത് ക്ലാസ്സിലാണ് അബ്ദുള്ള ഹംദാൻ പഠിക്കുന്നത്? 2B. 2Bയിലേക്ക് ഇപ്പൊ ജയിച്ചതാണോ അതോ ഇനി 2Bന്ന് 3Bയിലേക്ക് ജയിക്കാനുള്ളതാണോ? ജയിക്കൂലേ? ആക്ക് വിജയിക്കും ഇൻഷാ അല്ലാ. 3-ാം ക്ലാസ്സിൽ. ഓക്കെ. കൂടെ ആരൊക്കെ ഉണ്ട് ടെലിഗിസിൽ പങ്കെടുക്കാൻ മോനെ? വാപ്പി ഉമ്മയുണ്ട് അല്ലേ? അനിയനുണ്ടോ അടുത്ത്? വേറൊരു ചെറിയ നോയ്സ് കേട്ടോ, അതുകൊണ്ട് ചോദിച്ചാണ്. ഓക്കെ, എന്നാ മോനോട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് കേട്ടോ. ഇൻഷാ അല്ലാ. ഹലോ ഹംദാൻ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ചോദ്യമാണ്. സഹായത്തിന് ഉപ്പാനെയും ഉമ്മാനെയൊക്കെ കൂട്ടോ ഉത്തരം പറയാൻ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. ഇത് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ? നബിന്റെ പേര് പറയുമ്പോ എന്ത് പറയണോ? നബിയുടെ പേര് പറയണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ത് ചെയ്തത്, നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞത്. മോനെ ഈ കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? എല്ലാവരും പി സിയുടെ എല്ലാ ശ്രോതാക്കളും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് എന്ത് ചെയ്തു? ഉത്തരം ശരിയായിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു എന്തെന്നറിയോ, ഓരോ കുട്ടിയും ജനിക്കണത് പ്രകൃതി മതത്തിലാണ്, എന്നാൽ അവൻ്റെ ഡേഷ് ആണ് അവനെ ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയോ ആക്കി മാറ്റുന്നത്. ആ വിട്ട ഭാഗം പൂരിപ്പിക്കാണ് വേണ്ടി. ചോദ്യം ക്ലിയർ ആണോ? ഓക്കെ. എല്ലാവരും ജനിക്കണത് എന്താണ്? പ്രകൃതി മതത്തിലാണ്. ചോദ്യത്തിന്റെ ഒന്നാം ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, അവരുടെ ഡേഷ് ആണ് അവരെ ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥനോ ഒക്കെ ആക്കി മാറ്റുന്നത്. ആ ഡേഷ് എന്നുള്ളിടത്ത് ആരാണ് അവരെ മറ്റു മതത്തിലേക്കാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്നത്? ഉപ്പയോടും ഉമ്മയോടൊക്കെ ചോദിച്ചു നോക്കട്ടോ. ഹലോ, മനുഷ്യൻ ഒന്നുകൂടി അല്ല, അത് ചിലപ്പോ എന്ത് ചെയ്യുന്ന അറിയോ മോനെ, ഒന്നും കൂടി ഒരു ക്ലൂ ഒക്കെ തരികയാണെങ്കിൽ പെട്ടെന്ന് പറയാം. നമ്മുടെ ടൈമർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യൂട്ടാ. ക്ലൂ പറഞ്ഞുതരാണെങ്കിൽ ക്ലൂ പറഞ്ഞുതരാ. അവരെന്റെ കൂടെ ഉണ്ട്. അതെ, ഇതില് വലിയൊരു ക്ലൂ ഇല്ല. ഇതിന്റെ ഉത്തരം എന്റെ കൂടെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മോന്റെ കൂടെ ടെലിഗസില് ആര്? ഉമ്മേ?
ഹലോ. ആ ആ സമയം കഴിഞ്ഞല്ലോ, ഉത്തരം പറഞ്ഞില്ലല്ലോ. എന്താ ഉത്തരം പറഞ്ഞത്? ഹലോ. അതിന്റെ ഇടക്ക് മോന് പറയണത് കാര്യം ക്ലിയർ ആവണില്ല. ഇല്ല. ചോദ്യം ക്ലിയർ അല്ലേ പറഞ്ഞത്? മനസ്സിലാവില്ല. മനസ്സിലാവണില്ല. അപ്പൊ ഉത്തരം പറഞ്ഞതോ? മനസ്സിലാവാതെ എങ്ങനെ ഉത്തരം പറഞ്ഞേ? ഹലോ. ഉമ്മാന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത് അബ്ദുള്ള ഹംദാന്? ഹലോ. ശരിക്കും മനസ്സിലായി ഒന്നാമത്തെ. ഓക്കെ ഓക്കെ, അതിന്റെ ഉത്തരം മാതാപിതാക്കൾ എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഉത്തരം പറഞ്ഞത്. പിന്നെ ആദ്യത്തെ ഉത്തരം നിർഭാഗ്യശാൽ തെറ്റിപ്പോയിട്ടുണ്ട്. സാരമില്ല, ഇൻഷാ അല്ലാ ഇനിയും വിളിക്കാം. ഓക്കെ, അടുത്തൊരു അവസരത്തിൽ വിളിച്ചെന്താ ചെയ്യാ, നമുക്ക് ഇൻഷാ അല്ലാ സമ്മാനം വാങ്ങാം. ഇൻഷാ അല്ലാ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ വിളിച്ചത് അബ്ദുള്ള ഹംദാനാണ്. അതെ, പുളിക്കൽ നിന്നും. ഓക്കെ, നമുക്കൊരു അടുത്തൊരു കോളറിലേക്ക് കിടക്കാം. ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. അടുത്ത കോളർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമദാൻ പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കണത്? ഫരീദ. ഓക്കെ, എവിടുന്നാണ് വിളിക്കണത്? ഈറോഡ്. ഓക്കെ, കൂടെ ആരൊക്കെ ഉണ്ട് ടെലിവിഷനിൽ പങ്കെടുക്കാം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ കുട്ടികളെ നിസ്കാരം ശീലിപ്പിക്കേണ്ടത് എത്രാമത്തെ വയസ്സ് മുതലാണ്? 7ാമത്തെ വയസ്സ് മുതലാണ്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വാരിയല്ല് കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത്. ആരെയാണ് വാരിയല്ല് കൊണ്ട് സൃഷ്ടിച്ചതെന്നാണ്? ഹലോ, നിങ്ങൾ പറഞ്ഞത് ഉത്തരം ക്ലിയർ ആയിട്ടില്ല. പെണ്ണുങ്ങളെ, ഭാര്യമാരെ അല്ലേ? ഭാര്യമാരെ. മാഷാ അല്ലാ, ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്വന്തം ദേഹത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും എന്ത് ചെയ്യണം? നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കുക. ഇതേതായത്താണ്? നമ്മളൊക്കെ നിരന്തരം ഖുതുബയിലും ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന ഒരു ആയത്താണ്. സൂറത്ത് വേണ്ട, ആയത്ത് മതി. ഒന്ന് ആലോചിച്ച് നോക്കേ. സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്വന്തം ദേഹത്തെയും ബന്ധുക്കളെയും എന്ത് ചെയ്യണം? നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക. ഇതേതാണ് ആയത്ത്? ഒരു ചെറിയ ക്ലൂ തരാം. യാ അയ്യുഹല്ലദീന എന്നാണ് തുടങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും. ആ ആയത്ത് അല്ല, അത് തെറ്റായ ഉത്തരാണ്. ഉത്തരം തെറ്റാണ് കേട്ടോ. ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ട്. ഉത്തരം എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇൻഷാ അല്ലാ. സാരമില്ല, ഏതായാലും രണ്ടുത്തരം പെട്ടെന്ന് ശരിയായിട്ടുണ്ട്. മാഷാ അല്ലാ, സന്തോഷം. ഇൻഷാ അല്ലാ, ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? അതെ, ഞാൻ കിട്ടുന്നില്ല, വെറുതെ ഇൻഷാ അല്ലാ. ഏതായാലും ഇനിയും എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. നാളെ മരണാനന്തരം എന്ന വിഷയത്തിലാണ് നമ്മുടെ ടെലിവിഷൻ നടക്കുന്നത്. എല്ലാ ദിവസവും പരിശ്രമിക്കുക, ഒരുപാട് പുതിയ അറിവുകൾ നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഇപ്പോൾ നമുക്ക് വിളിച്ചത് ഈരോട് നിന്നും ഫരീദയാണ്. വെറുതെ വിളിച്ചു നോക്കിയാന്നാ പറഞ്ഞത്. ഒരുപാട് ആളുകൾ ആവശ്യത്തിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഫരീദ എന്ന സഹോദരി വെറുതെ വിളിച്ചപ്പോൾ തന്നെ കിട്ടി. മാഷാ അല്ലാ. നമുക്ക് എന്തായാലും അടുത്തൊരു കോളറിലേക്ക് പോവാം. ഇൻഷാ അല്ലാ, നമ്മൾ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഫാമിലി ആരാന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഐഷ ഐഷ നൗറിൻ. ഐഷ നൗറിൻ. ഐഷ നൗറിൻ എവിടുന്നാ വിളിക്കുന്നേ? ജില്ലയിൽ. തൃശ്ശൂർ. ആ. തൃശ്ശൂർ ഓക്കേ. ജില്ലയിൽ എവിടെയാണ് മോളെ? മാ- മോളെ വോയിസ് ക്ലിയർ ആവണില്ല. വോയിസ് ശബ്ദം ക്ലിയർ ആവുന്നില്ലല്ലോ. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എവിടെയാണ്? ഒന്നുകൂടി പറയോ? ഹലോ. ഹലോ. മാളയിൽ. മാളയിൽ നിന്ന്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഇസ്ലാമിക കുടുംബം എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആ. ഓക്കെ, റെഡിയാണോ? ആ. ഐഷ നൗറിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്. മുമ്പ് ടെലിവിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ആ. കിട്ടിയിട്ടുണ്ടോ? ടെലിവിസിലേക്ക് വിളിച്ച സമയത്ത് ആ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ആ. മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ ഇന്ന് സമ്മാനം കിട്ടൂലേ? വാങ്ങണ്ടേ? ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആ. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? മാതാപിതാക്കളോട് എന്തുപോലും പറയരുത് എന്നാണ് ഖുർആൻ നമ്മോട് കൽപ്പിച്ചതെന്നാണ്. മാതാപിതാക്കൾ പ്രായമാവുമ്പോൾ അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് ഉണ്ട്, ആ വാക്ക് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ആ വാക്ക് എന്നാണ്? ഛേ എന്നൊരു വാക്ക് പോലും. മാഷാ മാഷാ അല്ലാ, മബ്രൂക്ക്. ആ. ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, എന്നാ രണ്ടാമത്തെ ചോദ്യം. നമ്മളോട് അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. അതിലൊരു പ്രാർത്ഥന ഒന്ന് പറയോ? നല്ല പരിചയമുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാഷാ മാഷാ അല്ലാ. അല്ലാ. മോള് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടോ? ആ. എപ്പോഴാ പ്രാർത്ഥിക്കാറ്? കിടക്കാൻ നേരത്ത്. ആ, ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നോമ്പിലാണല്ലോ, നോമ്പ് തുറക്കണ വേളയിലെ പ്രാർത്ഥനയും പടച്ച റബ്ബ് എന്ത് ചെയ്യും? പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ആ വേളയിലും എന്ത് ചെയ്യണം? അതുപോലെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ മോൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രാവർത്തികമാക്കുക. എന്നാൽ ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്, അതിനും കൂടി മോൾ ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ തവണത്തെ പോലെ മോൾക്ക് വീണ്ടും സമ്മാനം ലഭിക്കും ഇൻഷാ അല്ലാ. ഹലോ, ചോദിക്കട്ടെ? ആ. ഓക്കെ, മോള് 5ാം ക്ലാസ്സിലായതുകൊണ്ട് സിമ്പിൾ ചോദ്യമാണ് ചോദിക്കണത്. ആ. ഓക്കെ, വളരെ പരിചയമുള്ള ഒരു ചോദ്യമാണ്. ആ. ചോദ്യം ഇതാണ്: മോനെ നിന്നെ അറുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. സ്വപ്നത്തിൽ ഞാനത് കണ്ടിരിക്കുന്നു. എന്താണ് മോനെ നിന്റെ അഭിപ്രായമെന്ന് ഇബ്രാഹിം നബി മകനായ ഇസ്മായിൽ നബിയോട് എന്ത് ചെയ്തു? ചോദിച്ചു. ആ. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്താണ് മറുപടി പറഞ്ഞതെന്നാണ് ചോദ്യം. സമ്മതം നൽകി. സമ്മതം നൽകി. സമ്മതം നൽകിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സമ്മതം നൽകി എന്നുള്ള ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ. ഉത്തരത്തിന്റെ പൂർണ്ണതയിലേക്ക് കൂടി എത്താനാണ്. ഒന്നും കൂടി ഒരു വാക്കും കൂടിയാണ് പറഞ്ഞാല്. മോളെ കൂടെ ആരെ പങ്കെടുക്കുന്ന ടെലിവിസിൽ? മോളെ ഉമ്മ. ഉമ്മ ഉണ്ടോ? ആ, ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കേ. ഇബ്രാഹിം നബി അറുക്കണം എന്ന് പറഞ്ഞപ്പോ ഇസ്മായിൽ നബി എന്താ പറഞ്ഞത്, തിരിച്ചു മറുപടി പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കേ. അല്ലാഹു തുണയുണ്ട്. ആ, അല്ലാഹു അല്ലാഹുവിന്റെ ആ വിധി നടപ്പിലാക്കുക. ആ മാഷാ അല്ലാ, ഇപ്പോഴാണ് ഉത്തരം ശരിയായത്. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയാണോ അത് അതുപോലെ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? ആ. ഓക്കെ, മാഷാ അല്ലാ. മൂന്നാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട്. 3 ഉത്തരങ്ങളും ശരിയായാൽ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നമുണ്ടോ? സമ്മാനം കിട്ടും. പ്രശ്നമൊന്നുമില്ല അല്ലേ? സമ്മാനം കിട്ടും. ആ, മാഷാ അല്ലാ. അപ്പോൾ ആയിഷ നൗറിൻ സമ്മാനത്തിന് വേണ്ടി റെഡി ആയിരിക്കാൻ തോന്നുന്നുണ്ട്. ആ. ഇൻഷാ അല്ലാ. ഏതായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിന്നർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പീസ് റേഡിയോയിലേക്ക് വിളിച്ചാൽ എന്തായാലും സന്തോഷായോ? ജസാക്കല്ലാ. ആമീ വയ്യ. എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പേ. ആ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർ ക്വിസ് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനെക്കുറിച്ച് അറിയോ? സ്റ്റാർ ക്വസ്റ്റിനെ കുറിച്ചിട്ട്. ആ. അതിലേക്ക് പിന്നെ ഐഷ നൗറിന് എന്താണ് അയച്ചത്? കഥയോ കവിതയോ അനുഭവങ്ങൾ എന്തെങ്കിലും അയച്ചോ? പ്രസംഗം അയച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ 6-ാം തീയതി കഴിയാണ്. അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയണം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ എന്നാൽ പുതിയൊരു എപ്പിസോഡിൽ ഇനി വീണ്ടും കാണാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ ഇൻഷാ അല്ലാ. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം. ഓക്കെ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും വീണ്ടും കാണാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വ്രതവിശേഷങ്ങളുടെ വ്യത്യസ്തമായ പ്രദോഷവും പുലരിയും, നോമ്പനുഭവങ്ങളുടെ രാപ്പകലുകൾ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ ഹൃദയഹാരിയായ നോമ്പനുഭവങ്ങൾ. പീസ് റേഡിയോ റമദാൻ അക്രോസ് ദി വേൾഡ്. നാട്ടുരുചികളിൽ നിന്ന് മാറി കഠിന ചൂടിലും അതിശൈത്യത്തിലും നോമ്പെടുക്കുന്നതിന്റെ ബാങ്കുവിളികൾ കേൾക്കാതെ, പള്ളി മിനാരങ്ങൾ കാണാതെ, അത്താഴവും നോമ്പുതുറയും കണക്കാക്കുന്നതിന്റെ, നോമ്പില്ലാത്ത നാട്ടിൽ നോമ്പുകാരന് കിട്ടുന്ന ആദരവിന്റെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ, ഒപ്പം നീണ്ട 23 മണിക്കൂർ നോമ്പെടുക്കുന്നതിന്റെ എല്ലാം സവിശേഷമായ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. പീസ് റേഡിയോ റമദാൻ അക്രോസ് ദി വേൾഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, നമുക്കിപ്പോൾ അവസാനം വിളിച്ചത് ഐഷ നൗറിനാണ്. ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത ഫാമിലി റെഡി ആയിരിക്കുന്നുണ്ട്. അടുത്ത ഫാമിലി ആരാന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നാഫിയ. 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 ആ, ഓക്കെ, നാഫിയ എവിടുന്നാണ് വിളിക്കുന്നത്? കോയമ്പത്തൂരിൽ. കോയമ്പത്തൂർ. നാഫിഹ ആണോ നാഫിഹ ആണോ? നാഫിയ. നാ- നാഫിയ. നാഫിയ. വൈ എ ആണോ ലാസ്റ്റ് മോളെ? ആ, ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ, നാഫിയ. കോയമ്പത്തൂർ. NAFIA. NAFIYA. നാഫിയ. ഓക്കെ, ഇൻഷാ അല്ലാ. എവിടുന്ന? കോയമ്പത്തൂരിലാണ് അല്ലേ മോള് വിളിക്കണത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 2ാം ക്ലാസ് അൽഫിത്രയിൽ. 2ാം ക്ലാസ് ആണ് അൽഫിത്രയില്. 1ാം ക്ലാസ്സാ? 1 2 2. 2. ആ ഓക്കെ. ഓക്കെ ഇൻഷാ അല്ലാ. കൂടെ ആരൊക്കെ ഉണ്ട് ടെലിഗിസിൽ പങ്കെടുക്കാന്? ഉമ്മാൻ ഞാൻ. ഉമ്മയും മോളും ആണ് അല്ലേ? ആ, ഓക്കെ. മുമ്പ് ടെലിഗിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഓ, വിളിച്ചിട്ടുണ്ട്. വിളിക്കാറുണ്ടോ, പങ്കെടുക്കാറുണ്ടോ ടെലിഗിസില് റമദാൻ അല്ലാത്ത സമയത്തൊക്കെ? കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ. കിട്ടിയിട്ടില്ല. ഓ ഇന്ന് ഇൻഷാ അല്ലാ. കിട്ടിയല്ലോ അൽഹംദുലില്ലാ. ആ, ഉണ്ടല്ല. സന്തോഷായോ? അൽഹംദുലില്ലാ. അതെന്താന്നറിയാം മോളെ, ഒരുപാട് ആൾക്കാർ വിളിക്കണതിനോടാണ് കിട്ടാത്തത് കേട്ടോ. സാറില്ല, മോള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാ ഇനിയും കിട്ടും. ഇൻഷാ അല്ലാ. ഓക്കെ, എന്നാ മോളുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്ത്? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ പ്രാർത്ഥന ഏത് സൂറത്തിലാണ് വന്നത്? വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ് ഈ ഒരു പ്രാർത്ഥന വന്നത്? അറിയില്ലെങ്കിൽ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ. ആ, ഓക്കെ, ചോദ്യം ക്ലിയർ ആയോ? ഇല്ല. ഇല്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ത്? റബ്ബന ഹബ്ലന. നമ്മളൊക്കെ വെള്ളിയാഴ്ച മിമ്പർമെന്ന് കേൾക്കലുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ് പറഞ്ഞത് ഈ പ്രാർത്ഥന വന്നത്? ഉത്തരം അറിയോ? നമ്മളെ സമയം ഇപ്പോൾ കഴിയൂട്ടാ. ടൈമർ ഓടിക്കൊണ്ടിരിക്കുവേ. ടൈമർ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉത്തരം പറയണം കേട്ടോ. ബ്ലൂ ഉണ്ടാ? ക്ലൂ അങ്ങനെ ഞാൻ 3 സൂറത്തിന്റെ പേര് പറഞ്ഞുതരാം. ആ, ഒന്ന് സൂറത്തുൽ ബഖറ, 2 അടുത്ത് സൂറത്തുൽ ഫുർഖാൻ, 3 സൂറത്തുർ റഹ്മാൻ. ഇതിൽ 3 ലൈലാണ്. ഫുർഖാൻ. ഫുർഖാൻ. മാഷാ മാഷാ അല്ലാ. അല്ലാ. ഓക്കെ നല്ല ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് മോളൊറ്റക്ക് പറഞ്ഞത് ഉമ്മ പറഞ്ഞതാണോ? ഉമ്മ പറഞ്ഞു. ഉമ്മ പറഞ്ഞതാണല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മോളുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ, രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയെന്നും അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്നും അള്ളാഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്നാണ്? വാലിദത്തുൻ. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ് കേട്ടാ.
അപ്പോ അപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. അപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തി നേടലുണ്ടോ നാഫിയ? ആ ആ ആ ഇൻഷാ അല്ലാ. അപ്പം എന്നാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആ എന്നാ മൂന്നാമത്തെ ചോദ്യം എന്താണ്? പ്രവാചകൻ പറഞ്ഞു എന്ത്? ഞാനെങ്ങാനും ഒരു മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ഞാൻ ഒരു ഭാര്യയോട് ഒരാളെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഇനി പറയാം. ആരെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണിത് പറഞ്ഞത് എന്ന്? ഭർത്താക്കന്മാരെ മുമ്പിൽ അല്ലേ? മാഷാ അല്ലാ. ഓക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സുജൂദ് പോലും പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? അനുവദിച്ചിട്ടില്ല. നമ്മൾ സുജൂദ് ആരുടെ മുമ്പിൽ മാത്രമേ പറ്റുള്ളൂ? അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും മൂന്ന് ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പോ ഈ മൂന്നാമത്തെ ഉത്തരം വിന്നർ ആക്കിയ ആള് ഉമ്മയാണ്. അതെ, അപ്പൊ ഈ വിജയത്തിന്റെ പിന്നില് ആരാണ്? കഠിന പരിശ്രമം ഉമ്മൻ്റെതുണ്ട്. ഉമ്മന്റേതാണ്. മാഷാ അല്ലാ. ഓക്കെ. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു റഹ്മത്ത് ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വീണ്ടും എന്താ ചെയ്യാ? ടെലിഗിസിലേക്ക് ഇനി വിളിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചുകൊണ്ടിരിക്കുക, നിരാശപ്പെടരുത്. ഒരുപാട് ആളുകൾ വിളിക്കുന്നതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ. അപ്പൊ ആദ്യം വിളിച്ച് കിട്ടിയ അന്ന് തന്നെ എന്ത് ചെയ്തു? വിജയിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാ. ഈ ഒരു വിജയം ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാവട്ടെ. ജീവിതത്തിന്റെ ശേഷം നാളെ മശറയിലും ഇതുപോലെ വിജയം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ വിളിച്ചത് കോയമ്പത്തൂരിൽ നിന്നും നാഫിയാണ്. നാഫിയുടെ ഫാമിലി വിജയമായിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ അടുത്ത ഫാമിലി നമ്മുടെ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കോളർ ആരാന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അബ്ദു റാഫി. ഓക്കെ. അബ്ദു റാഫി എവിടെ നിന്നാണ് വിളിക്കുന്നത്? മംഗലാപുരം. ഓക്കെ. റാഫി എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ്. കൂടെ ആരൊക്കെ ഉണ്ട് ടെലിഗിസിൽ പങ്കെടുക്കാന്? ഉമ്മയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഇൻഷാ അല്ലാ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മുമ്പ് ടെലിഗിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. വിളിച്ചിരുന്നോ? അതിന്റെ ശേഷം വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ശനിയും ഞായറും ടെലിഗിസ് നടക്കുന്നുണ്ട്. പങ്കെടുക്കുക. ഒരുപാട് അറിവുകൾ നേടാൻ കഴിയും. അതോടൊപ്പം റമദാൻ എല്ലാ ദിവസവും നമ്മളെ ഫാമിലി ലൈവ് ടെലിഗിസ് റമദാനിലെ എല്ലാ ദിവസവും എന്തുണ്ട്? ഫാമിലി ലൈവ് ടെലിഗിസ് ഉണ്ട്. പങ്കെടുക്കുക മറ്റ് എല്ലാ ദിവസങ്ങളിലും ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഒരു പ്രാർത്ഥനയാണ്. ഓക്കെ. ആ പ്രാർത്ഥന ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ആ പ്രാർത്ഥന ഇപ്പോൾ പറയൂ. ആ പ്രാർത്ഥന ഇതാണ്: റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാത്തിന ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഭാര്യ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട്. കുടുംബത്തിന് വേണ്ടി. മോനി പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടോ? മിടുക്കനാണ് റാഫിയെ. ഓക്കെ. ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഒന്നാമത്തെ ഉത്തരം ശരിയാണ് കേട്ടോ. എന്നാ രണ്ടാമത്തെ ചോദ്യം മോന് ശ്രദ്ധിച്ച് കേട്ടോ. നമുക്കൊക്കെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് തൻ്റെ ഭാര്യമാരൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ബന്ധമായിരുന്നു നബിക്ക് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ ഒരു ഭാര്യയുടെ കൂടെ ഓട്ടപ്പന്തയം, അതായത് ഒരു ഓട്ട മത്സരം കളിച്ചിട്ടുണ്ട്. ആ ഭാര്യയുടെ പേരെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ. മാഷാ അല്ലാ. ഉത്തരം ശരിയാണ് കേട്ടോ. ഇതൊക്കെ മോൻ ഒറ്റക്ക് പറഞ്ഞതല്ല, ഉമ്മന്റെ സഹായം ഉണ്ടോ? ഇല്ല. മാഷാ അല്ലാ. ഒറ്റക്ക് പറഞ്ഞതാണ്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാലും അതേ ആ വിഷയം നമ്മൾ ഇസ്ലാമിക കുടുംബം എന്നുള്ള വിഷയത്തിൽ തന്നെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇങ്ങനെയാണ്: അന്ത്യനാളിൽ ബന്ധങ്ങൾ ചേർത്തവനെ സാക്ഷിയായിട്ട് കുടുംബ ബന്ധം എവിടെയാണ് നിൽക്കുക എന്നാണ്. അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ നമ്മളെ കുടുംബബന്ധം ചേർത്തവർക്ക് ആ കുടുംബബന്ധം നിൽക്കും സാക്ഷിയായിട്ട്.
എവിടെയാണ് നിൽക്കൽ എന്നാണ് ചോദ്യം. മഹ്ശറയില്. മഹ്ശറയിൽ, അതെ, മഹ്ശറയിൽ എവിടെയാണ് ഉണ്ടാവുകയെന്ന്? സ്വർഗത്തില്. സ്വർഗത്തിലല്ല. ഏകദേശം അടുത്തെത്തിക്കണ്. അതിന്റെ മുന്നെയാണ്, സ്വർഗത്തിലൊക്കെ എത്തുന്നതിന്റെ തൊട്ട് മുന്നെയാണ്. ഒരു പാലത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? സിറാത്ത് പാലയില്. സിറാത്ത് പാലത്തിന്റെ എവിടെയാണ് ഉണ്ടാവുക? സിറാത്ത് പാലന്റെ കേറിനടുത്ത്. കേറുന്നിടത്ത് നമ്മളാരും സിറാത്ത് പാലം കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, ഏതായാലും ഉത്തരം സിറാത്ത് പാലാണ്. അതിന്റെ രണ്ട് വശങ്ങളിലുമാണ് ഉണ്ടാവുക. ഇരുവശങ്ങളിലായിട്ടാണ് ഉത്തരം. ഓക്കെ, സിറാത്ത് പാലം പറഞ്ഞ് അതിന്റെ സൈഡിലായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ വശങ്ങൾ വരും. ഓക്കെ, അപ്പൊ തന്ത്രപരമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റാഫി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മൂന്ന് ഉത്തരം ശരിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിന്നറുമാണ്. ഓക്കെ, സന്തോഷായോ? അപ്പോ ഫ്രണ്ട്സിനോടൊക്കെ പറയാ, നമ്മുടെ പരിപാടിയെ കുറിച്ചിട്ടും പീസ് റേഡിയോനെ കുറിച്ചിട്ടും ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലുണ്ട്. അതിലെ ഓരോ പ്രോഗ്രാമുകളെ കുറിച്ചിട്ടൊക്കെ. മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ പീസ് റേഡിയോയില്? എല്ലാം കേൾക്കാറുണ്ട്. എന്നാലും സ്പെസിഫൈ ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ. ഒക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, ഇപ്പൊ ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ അജ്റാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിലേക്ക് എന്ത് ചെയ്യുക, അങ്ങനെ ഫിസ്റുടെ എല്ലാ ശ്രോതാക്കളും വിളിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പാരായണത്തിലുള്ള തെറ്റുകൾ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കതിലൂടെ തിരുത്താൻ സാധിക്കും. എന്തായാലും മോന് വിളിച്ചതിൽ എന്തുണ്ട്, അതിയായ സന്തോഷമുണ്ട്. ഇനിയും മോൻ എന്ത് ചെയ്യുക, വിളിക്കുക. ഇൻഷാ അല്ലാ പിന്നീട് ഒരിക്കലും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിന്നർ വളരെ തന്ത്രപൂർവ്വമാണ് മംഗലം വിളിച്ചുകൊണ്ട് വിജയിയായിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത ഫാമിലി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരിലേക്ക് പോയാലോ? ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കണത്? കേട്ടില്ല, ഒന്നുകൂടി പറയോ? ദിയ നൗഷാദ്. ദിയ മോള് അല്ലേ? ഓക്കെ, മോൾ എത്രാം ക്ലാസ്സിലാണ് വിളിക്കണേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്സിലാണല്ലോ. ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടി സന്തോഷത്തിലാവും അല്ലേ? നോമ്പ് നോറ്റ ക്ഷീണുണ്ടോ? ഒരു ഉഷാർ കാണില്ല. ക്ഷീണുണ്ടോ? ചെറുതായിട്ടില്ലേ? ഓക്കെ, സാരല്ല മോളെ, നോമ്പുണ്ട്. ഇതിന്റെ ക്ഷീണാണ്. ആരൊക്കെ ഉണ്ട് ടെലിഗസിൽ പങ്കെടുക്കാന്? കസിൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ പ്ലാൻ ചെയ്തിരിക്കണല്ലേ? റെഡിയാണോ? ഉമ്മാന്റെ വീട്ടിലാണോ? മാഷാ അല്ലാ. അപ്പൊ വിരുന്ന് പോയതാണ് ഉമ്മാന്റെ വീട്ടിൽ. അപ്പൊ കസിൻസ് എല്ലാവരും. അവിടെ നോമ്പുറൊക്കെ ഉണ്ടോ? ഇന്നലെ കഴിഞ്ഞല്ലേ? ഓക്കെ, എന്തേലും സ്പെഷ്യൽ ഉണ്ടായിനത്? ഫുള്ള് സ്പെഷ്യൽ ആയിരുന്നല്ലേ? ഓക്കെ, കുറെ ലിസ്റ്റ് ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ വാട്സപ്പ് ചെയ്തോളൂ. അതെ അതെ, ഇപ്പൊ ആലോചിച്ചിട്ട് പിന്നെ ഒരു പ്രയാസവും. ഇൻഷാ അല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കസിൻസിനോടൊക്കെ സഹായം തേടാം, ഉമ്മയോടും അവിടെ ആരൊക്കെ ഉണ്ടോ എല്ലാവരോടും സഹായം തേടാം. ഫാമിലി ടെലിഗിസ് ആണ്, ഫാമിലിയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇപ്പൊ ചോദിക്കട്ടെ? ഉത്തരം പറഞ്ഞാൽ റെഡിയാണോ? ഓക്കെ, എന്നാൽ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾ എന്തായിരുന്നു? വളരെയധികം ഇഷ്ടമായിരുന്നു അല്ലേ? അവരെന്ത് ചെയ്യുമായിരുന്നു? നബിൻ്റെ കൂടെ ആന കളിക്കുമായിരുന്നു. നബി ഖുതുബ പറയുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? മിമ്പർമന്ന് ഇറങ്ങി വന്നിട്ട് പേരക്കുട്ടികളുടെ അടുത്ത് ചുംബിച്ച് ബാക്കി ഖുതുബ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പേരക്കുട്ടികളുടെ പേരെന്താണ്? ഹസൻ ഹുസൈൻ. ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ ഉത്തരം ശരിയാണ്. ഓക്കെ, ഉത്തരം എന്തായാലും മോള് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം ഒന്നാമത്തെ റെഡി ആയതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പത്തിൽ കിട്ടും. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇസ്ലാമില് പുരുഷന് എത്ര വിവാഹം കഴിക്കാനാണ് അനുവദനീയമുള്ളത്?
4. 4. മാഷാ അതൊക്കെ പഠിച്ചില്ലേ? അതെ. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഉത്തരം മാഷാ അല്ലാ ശരിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മുടെ വിന്നർ ആവാനുള്ള ചോദ്യമാണ്. അതും കൂടി റെഡി ആയാൽ ഇന്നത്തെ വിന്നറാവും. ഓക്കെ, എന്നാ മൂന്നാമത്തെ ചോദ്യം എന്താണ്? അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യം ഏതാണ്? നമ്മുടെ ഇസ്ലാമിക കുടുംബം എന്ന വിഷയവുമായിട്ട് പറഞ്ഞുതരാം. ഇസ്ലാമിക കുടുംബം എന്ന വിഷയവുമായിട്ട് ബന്ധമുള്ള ചോദ്യമാണ്, ഒരു ക്ലൂ ആയിട്ട് പറഞ്ഞതാണ്. എന്ന് ചോദ്യം ഒന്നുകൂടി പറഞ്ഞുതരാം. അല്ലാഹു തആല നമുക്ക് അനുവദിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യം ഏതാണ്? കുടുംബം മറക്കുക. കുടുംബബന്ധം മുറിക്കുക. ഏകദേശം റെഡി ആയിട്ടുള്ളൂ. അടുത്ത് ഒന്നും കൂടി ഉഷാറാക്കി പറഞ്ഞാല്. ഉഷാറാക്കി പറയണം. എപ്പോഴാണ് കുടുംബബന്ധം മുറിയല്? ഒരു ബന്ധമാണ് മുറിയൽ എപ്പോഴാണ്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എപ്പോഴാണ് മുറിയാ? അതെ, ഒരു പ്രശ്നം ഉണ്ടായി. ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായിട്ട് ഒരു സംഗതി ഉണ്ടായാലാണ് പിന്നെ ബന്ധം മുറിയ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സംഗതി ഉണ്ടായാലാണ് പിന്നെ ബന്ധം മുറിയ. അതിന്റെ പേരെന്താ? എന്തോ ഒരു മോചനാണ്. മോചനം. ആരാ ഉത്തരം പറഞ്ഞത്? ദിയ? ആര്? ഉമ്മയുടെ അനിയത്തിയാണോ? മാഷാ അല്ലാ. അപ്പൊ ഉത്തരം വിന്നർ ആവാനുള്ള ഉത്തരം പറഞ്ഞത് ഉമ്മാന്റെ അനിയത്തിയാണ്. അപ്പൊ വിന്നർ ആയിട്ടുണ്ട്. അപ്പൊ സമ്മാനം ഇപ്പൊ ആരാ എടുക്കുക? ദിയാണോ എടുക്കുക? പിന്നെ ഉമ്മാന്റെ അനിയത്തിയാണോ എടുക്കുക? കൺഫ്യൂഷൻ ആയോ? സമ്മാനം ദിയക്കുള്ളതാണ്, കാരണം ദിയാണല്ലേ വിളിച്ചത്. രണ്ടെണ്ണം പറഞ്ഞതും ദിയാണ്. അപ്പൊ പിന്നെ തന്നെയാണ്. എന്നാലും ഉമ്മാന്റെ അനിയത്തിക്ക് ഒരു ചാൻസ് ഉണ്ട്. കാരണം അപ്പൊ ഉമ്മാന്റെ അനിയത്തിക്ക് എന്തെങ്കിലും ഒരു മുട്ടായി വാങ്ങി കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഉമ്മാന്റെ അനിയത്തിക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സമ്മാനം. ഓക്കെ, ഇൻഷാ അല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പൊ കസിൻസിനൊക്കെ എന്താ ചെയ്യാ? പീസ് റേഡിയോ പരിചയപ്പെടുത്തി പറയാ. പരിപാടികൾ ഒരുപാടുണ്ട്, അതിലൊക്കെ പങ്കെടുക്കുക ഇൻഷാ അല്ലാ. അപ്പൊ പുതിയൊരു വിഷയത്തിൽ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ വിളിച്ചത് ദിയ നൗഷാദാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിയ മോളാണ്. ദിയ വിന്നർ ആയിട്ടുണ്ട്, ഇന്നത്തെ വിന്നർ കൂടിയാണ്. ഓക്കെ, ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത ഫാമിലി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ഫാമിലി ആരാന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ. ഫഹ്മ. മാഷാ അല്ലാ. ഫഹ്മ എവിടുന്നാ വിളിക്കുന്നേ? പൊന്നാനിന്ന്. ഫഹ്മ പഠിക്കുന്നുണ്ടോ സ്കൂളില്? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? മാഷാ അല്ലാ. മോളാണ്. അപ്പൊ കൂടെ ആരൊക്കെ ഉണ്ട് ഫഹ്മന്റെ കൂടെ? ഉമ്മ മാത്രേ ഉള്ളൂ? ഉമ്മയും ഫഹ്മയും മാത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ ഇന്നത്തെ വിഷയം അറിയൂലേ? ഇസ്ലാമിക കുടുംബം എന്നാണ്. അപ്പൊ 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യത്തില് ഉത്തരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉമ്മാനോടൊക്കെ ചോദിക്കട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആരവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? ഫഹ്മ? ഹലോ, ആരാണ് അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഉമ്മിയോ? ഓ ആയിക്കോട്ടെ, ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ എന്നാലും ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കേ ഈ ചോദ്യം. ഭർത്താവിനോട്. മാഷാ അല്ലാ.
ഉമ്മയാണോ ഉത്തരം പറഞ്ഞേ? ഫഹ്മ, ഹലോ ഫഹ്മ, ഉത്തരം ശരിയാണ് കേട്ടാ, ഭർത്താവിനോടാണ് കേട്ടാ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അനിയനുണ്ടോ കൂടെ? ഹലോ, ഓക്കെ, അനിയനുണ്ടോ കൂടെ? ഹലോ, ആ സൗണ്ട് ഒന്ന് ആ ശബ്ദം ഉണ്ടാക്കുന്ന ആരാ? ഇപ്പൊ ക്ലിയറായി. അനിയത്തിയോട് സൗണ്ട് ഉണ്ടാക്കരുത് പറയും, നമുക്ക് സമ്മാനം കിട്ടാനുള്ളതാണ് പറയട്ടാ. ടെലിഗസിലേക്ക് വിളിച്ചോണ്ടിരിക്കാണ് പറയട്ടോ. എന്താ ഫഹ്മയുടെ അനിയത്തിയുടെ പേരെന്താ? ഫർഷ. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം മോളെ ശ്രദ്ധിച്ചു കേട്ടോ. ഹലോ, വോയിസ് വരുന്നുണ്ട് മോളെ. രണ്ടാമത്തെ ചോദ്യം കേട്ടാ, പെട്ടെന്ന് പറയണേ. വിവാഹം കഴിക്കുന്നതോട് കൂടി എന്ത് ചെയ്തു? ഒരാളുടെ മതത്തിന്റെ എത്രയോ ശതമാനം പൂർത്തിയായി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എത്ര ശതമാനമാണ് പൂർത്തിയായത്? പകുതി. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ് കേട്ടാ. ഓക്കെ, അപ്പൊ എന്നാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? റെഡിയാണോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഹലോ, അനിയത്തിന്റെ ചെറിയ മോളാണ് അതോ സ്കൂളിലൊക്കെ പോകണ്ട? അനിയത്തി ചെറിയ മോളാണ് അല്ലേ? എന്നാ നോക്ക്, മൂന്നാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്നല്ലേ. എന്നാൽ മൂന്നാമത്തെ ചോദ്യം ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഉമ്മയോട്. മാഷാ അല്ലാ. അപ്പൊ മോളെന്ത് ചെയ്തു? അപ്പോ 3 ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറഞ്ഞു. ഓക്കെ, ഇതിൽ ഉമ്മ സഹായിച്ചിട്ടുണ്ട്? അത് മോൾ ഒറ്റക്കാണ് 3 ചോദ്യം പറഞ്ഞത്? ഉമ്മച്ചി സഹായിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഉമ്മാന്റെ പേരെന്താ മോളെ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ 3 ചോദ്യങ്ങളും ഉത്തരം ശരിയായിട്ടുണ്ട്. ഫഹ്മയുടെ ഫാമിലി വിന്നർ ആയിട്ടുണ്ട് കേട്ടോ. സന്തോഷായോ? അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ ഇനിയും വിളിക്കുക, ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ഏകദേശം ഒരു 10ഓളം ഫാമിലികൾ എന്ത് ചെയ്തു നമ്മുടെ ഇന്നത്തെ ഒരു ടെലിഗസിലേക്ക് വിളിച്ചു. അതിൽ ഒരുപാട് ആൾക്കാർ വിന്നറായി. ചില ആൾക്കാർക്ക് നിർഭാഗ്യവശാൽ എന്ത് ചെയ്തു? തെറ്റിപ്പോയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? ഇൻഷാ അല്ലാ അടുത്തൊരു അവസരത്തിൽ വിളിച്ച് നഷ്ടപ്പെട്ടതിന് അവർ പകരം ചോദിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ അവസാനത്തെ കോളർ ആയിരുന്നു നമ്മുടെ ഫഹ്മ എന്നുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ ഇസ്ലാമിക കുടുംബം എന്ന ഈ വിഷയത്തിലാണ് ഇന്ന് നമ്മളെ ടെലിഗിസ്. ഇൻഷാ അല്ലാ നാളത്തെ വിഷയം മരണാനന്തരം എന്നുള്ള വിഷയത്തിലാണ്. ഇൻഷാ അല്ലാ നാളത്തെ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക. ഇന്ന് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ കോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.